ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വാക്യം 1 ശമൂവേൽ 2:30 വാക്യമാണ്. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ദൈവത്തെ മാനിക്കുന്നത്? കർത്താവിനോട് ഭക്തിയും സ്നേഹവും കർത്താവിലുള്ള വിശ്വാസവുമുള്ള ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം ദൈവത്തെ മാനിക്കുന്നത്? അതിന് പ്രത്യേകമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നാം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ഒരു ഭയവും ഭക്തിയും ദൈവം ആരാണെന്നുള്ള ഒരു വിചാരവും നാം ഒരിക്കലും മറക്കരുത്. ദൈവമാണ് നമുക്ക് എല്ലാം തന്നിരിക്കുന്നത്. എല്ലാ നന്മകളുടെയും ഉറവിടം കർത്താവാണ് എന്ന് നാം ഓർക്കണം. പ്രത്യേകിച്ചും ഈ വചനഭാഗം എന്തിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഏലി പുരോഹിതൻ തൻ്റെ പുത്രന്മാരെ ശരിയായ വിധത്തിൽ ശിക്ഷിച്ച് അവരെ കറക്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. ശിക്ഷിക്കുക എന്ന് വെച്ചാൽ അവർക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ അങ്ങനെയുള്ളതല്ല. ശരിയായ വിധത്തിൽ എന്തുകൊണ്ട് ഉപദേശിച്ച് അവരെ നല്ല വഴിയിൽ കൊണ്ടുവന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം ഏലി പുരോഹിതൻ്റെ മക്കൾ ധാർമ്മികമായി വളരെ അധപ്പതിച്ച വ്യക്തികളായിരുന്നു. അപ്പോൾ അന്നത്തെ രീതി അനുസരിച്ച് ഒരു പുരോഹിതൻ്റെ മക്കൾ തന്നെയാണ് ആ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത്. എന്നാൽ ആ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ടതായ തൻ്റെ മക്കളുടെ സ്വഭാവദൂഷ്യം അറിഞ്ഞിട്ടും ആ മക്കളെ ശാസിക്കുകയോ അവരെ നല്ല വഴിക്ക് കൊണ്ടുവരാനുള്ള ധൈര്യം കാണിക്കുകയോ ഏലി പുരോഹിതൻ ചെയ്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അത് നിൻ്റെ ഈ ഭവനത്തിൽ നിന്നും ഞാൻ നിനക്ക് തന്ന ഈ നന്മയെ ഞാൻ എടുത്തു മാറ്റും. കാരണം എന്നെ നിന്ദിക്കുന്നവരെ ഞാൻ നിന്ദിക്കും, എന്നെ ബഹുമാനിക്കുന്നവരെ ഞാൻ ബഹുമാനിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സദൃശവാക്യങ്ങൾ 3:9-10 ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയെ നിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിൻ്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. അപ്പം ദൈവത്തിന് ഇത് വല്ലതും വേണ്ടിയിട്ടാണോ? എല്ലാം സൃഷ്ടിച്ച ദൈവം, എല്ലാം നമുക്ക് ധാരാളമായി തരുന്ന ദൈവത്തിന് നമ്മുടെ വിളവിൻ്റെയൊക്കെ ആദ്യ ഫലം ആവശ്യമുണ്ടോ? വാസ്തവത്തിൽ ഇത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. എങ്കിൽ തന്നെയും ഒന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്നും ലോകത്തിൽ ആവശ്യക്കാർ പലരുണ്ട്. അതുപോലെ തന്നെ കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കപ്പെടണം. കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയാണ്. പക്ഷേ എല്ലാവർക്കും അത് സാധ്യമല്ല. എന്നാൽ അനേകം പാവപ്പെട്ട വ്യക്തികളുണ്ട് കർത്താവിൻ്റെ സുവിശേഷം പറയുന്നവർ. ധനവാന്മാരായിരിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് പാവപ്പെട്ടവരായ അനേകം വ്യക്തികൾ കർത്താവിൻ്റെ സുവിശേഷവുമായി പലയിടങ്ങളിലുമുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ എല്ലാവരും ധനവാന്മാരല്ല. എന്നാൽ അവർ എന്ത് സഹിച്ചും ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുന്നതിൽ അവർ വ്യാപൃതരായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ സ്റ്റേജിൽ നിന്ന് വലിയ വലിയ പ്രസംഗങ്ങൾ പ്രസംഗിച്ച് പണം കളക്ട് ചെയ്യുന്നവരെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ദൈവത്തിൻ്റെ വേല നടക്കണമെങ്കിൽ നമ്മുടെ സഹായമുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. നമ്മെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് ദൈവത്തിന് നന്ദി കരേറ്റാനും ദൈവത്തിൻ്റെ വേല ഈ ഭൂമിയിൽ നടത്താനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് വേണ്ടതായ ബഹുമാനം കൊടുക്കാനുമാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശമാണിത്. പഴയ നിയമ സമയത്ത്
പ്രത്യേകമായിട്ട് ലേവ്യ പുരോഹിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നമ്മുടെ ധനത്തിൻ്റെ 1/10 കൊടുക്കണമായിരുന്നു. എന്നാൽ പുതിയ നിയമസഭയിൽ അങ്ങനെ പ്രത്യേക വ്യവസ്ഥയില്ല. എങ്കിൽ തന്നെയും നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകളനുസരിച്ച് ദൈവത്തെ നാം ബഹുമാനിക്കുകയാണ്. നാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി പണം ചിലവഴിക്കുമ്പോൾ അത് നാം ഓർത്തു കൊള്ളേണ്ടതായ ഒരു വസ്തുതയാണ്. ഇപ്പോൾ നാം ദൈവത്തെ മാനിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക, പാവങ്ങളെ സഹായിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ദൈവത്തിന് ഡയറക്റ്റ് അവർക്കങ്ങ് കൊടുത്തുകൂടെ എന്ന് ചോദിക്കും. അങ്ങനെയല്ല. അതിൻ്റെ നമ്മെ കൂടെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചുമതലയാണത്. അത് കർത്താവ് കയറിപ്പോയ ആ കഴുതയ്ക്ക് കിട്ടിയ ബഹുമാനമുണ്ടല്ലോ, അതൊരു വലിയ ബഹുമാനമാണ്. ശിഷ്യന്മാരും അവരുമൊക്കെ തങ്ങളുടെ വസ്ത്രങ്ങളെ കഴുതയുടെ മേലിട്ടു. അത് തന്നെയാണ് ആളുകൾ നിലത്ത് ആ കഴുത നടന്നു പോകേണ്ട സ്ഥലത്തും കൂടെ അവരവരുടെ തുണികളും പിന്നെ ചില്ലിക്കൊമ്പുകളൊക്കെ വെട്ടി അവിടെ ഇട്ട് ആ കഴുതയെപ്പോലും ബഹുമാനിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. അതാണ് ദൈവത്തെ ബഹുമാനിക്കുന്നവരെ ദൈവം ബഹുമാനിക്കും. അങ്ങനെ ബഹുമാനിക്കാനായിട്ട് കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.